പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. അവിടുത്തെ ഈ പ്രൊഫഷണൽസുകൾ ഒക്കെ തന്നെ രാജ്യം വിടുന്നു. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, IT വിദഗ്ധന്മാര് എല്ലാവരും തന്നെ. ഇത് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിൽ പലായനം ചെയ്യുന്ന ജനങ്ങളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവർ കാണേണ്ടതാണ്, അവർക്ക് ബോധ്യം വരേണ്ടതാണ്. ബോധ്യം വന്നിട്ടുണ്ട്, പക്ഷേ ബോധ്യം വന്നില്ല എന്ന് നടിക്കുന്നതാണ്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 5000-ഓളം ഡോക്ടർമാർ, 11,000 എഞ്ചിനീയർമാർ, 13,000-ഓളം അക്കൗണ്ടന്റുമാർ, ഇങ്ങനെ പ്രഗത്ഭരായവർ വിട്ടുപോകുന്നു. ഇത് ബ്രെയിൻ ഡ്രെയിൻ ആണെങ്കിലും ബ്രെയിൻ ഗെയിൻ ആണെന്നാണ് അസീം മുനീർ വിഡ്ഢിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതൊന്നും ഒരു നഷ്ടമല്ല, അദ്ദേഹം പരിഹസിക്കുകയാണ്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നഴ്സുമാരുൾപ്പെടെ നിരവധി പേര് പോയിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ ആരോഗ്യരംഗം താറുമാറിലായിരിക്കുകയാണ്. എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെ പലരും പോയതുകൊണ്ട് വ്യവസായങ്ങളെ അത് വളരെയധികം ബാധിച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊന്നുമല്ല ഭീകരമായ കണക്ക്. ഞാൻ പലായനം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ വരുന്നതിൻ്റെ കണക്കെന്ന് വെച്ചാൽ 2024 വിദേശത്തേക്ക് പോകാനായി രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം പാകിസ്ഥാനിൽ 7.5 ലക്ഷത്തോളമാണ്. 7.5 ലക്ഷം പാകിസ്ഥാനികൾ ആലോചിച്ച് നോക്കൂ, വിദേശത്ത് പോകാനായിട്ട്. അതുപോലെ തന്നെ ഈ വർഷവും അതുപോലെ ഏതാണ്ട് 7 ലക്ഷത്തിന് അടുപ്പിച്ച് പാകിസ്ഥാനികൾ വിദേശത്തേക്ക് പോകുന്നു. ഓരോ വർഷവും 7 ലക്ഷം പേര് പോകുന്ന ഞാൻ എത്രയാണ്? 2 വർഷം 14 ലക്ഷമായില്ലേ? ഈ പോകുന്നവരാരും തന്നെ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവരും ആയിരിക്കത്തില്ല. ഇല്ല, കാരണം രാജ്യം അധപ്പതനത്തിൻ്റെ നെല്ലിപ്പല കണ്ടു കഴിഞ്ഞു എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി. യാതൊരുവിധ പുരോഗതിയുമില്ല. പട്ടാളക്കാർ കൊഴിച്ച്, പട്ടാളക്കാരിൽ തന്നെ മേലുദ്യോഗസ്ഥർ കൊഴിച്ച്, ബാക്കി ആർക്കും ഗതിയില്ല. പിന്നെ കുറേ പണച്ചാക്കുകളുണ്ട്. ഈ പട്ടാളക്കാരോട് ഒപ്പം നിന്നുകൊണ്ട് കുറേ വ്യവസായങ്ങൾ ചെയ്ത് പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന കുറച്ച് പേര്. പിന്നെ രക്ഷപ്പെടുന്നത് തീവ്രവാദികളാണ്. തീവ്രവാദികൾ ഈ ക്ഷേമപ്രവർത്തനത്തിനായി കിട്ടുന്ന പണം മുഴുവൻ അവരടിച്ചു മാറ്റിക്കൊണ്ടുപോയി ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക, അവിടെ സുഖലോലിതരായി ജീവിക്കുക. ഇപ്പം ബഹാവൽപൂരിലെ നമ്മൾ തകർത്ത ഭീകര കേന്ദ്രമുണ്ടല്ലോ, അത് ഒന്നാം തരം ഒരു റിസോർട്ടാണെന്നാണ് പറയുന്നത്. സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഭയങ്കര സുഖവാസ കേന്ദ്രമായിരുന്നു അത്. കളിസ്ഥലങ്ങൾ, കുട്ടികൾക്ക് പാർക്കാനുള്ള സ്ഥലം, കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ ഒരു ചെറിയ ഈ സുഖലോലിപതയോടുകൂടി തീവ്രവാദികൾക്ക് ഒരു പട്ടാള ക്യാമ്പ് പോലെ. പട്ടാള ക്യാമ്പിൽ നമ്മൾ കണ്ടിട്ടില്ലേ, അവർക്ക് മദ്യപിക്കാനുള്ള സ്ഥലം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനുള്ള സ്ഥലം, കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂള്, ആരോഗ്യ കേന്ദ്രം, മിലിറ്ററി ആശുപത്രി, ഇങ്ങനെയൊക്കെ സ്ഥാപിക്കുന്നത് പോലെ തീവ്രവാദികൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ബഹാവൽപൂരിലെ മുരിഡ്കയിലും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് സുഖവാസ കേന്ദ്രങ്ങളായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ ചെയ്ത് അവിടെ ഓഡിയോ വീഡിയോ വിഷ്വൽസ് സഹിതം ഇവർക്ക് ക്ലാസ് കൊടുക്കാനുള്ള, ഭീകരവാദികൾ ക്ലാസ് കൊടുക്കാനുള്ള സൗകര്യം എല്ലാമായിട്ട് വലിയ സെറ്റപ്പിലാണ് ഇരുന്നത്. അതിനെയാണ് നമ്മൾ തകർത്തത്. അങ്ങനെ ഭീകരവാദികൾക്ക് സുഖമായി വാഴാനുള്ള സൗകര്യം. അപ്പോൾ ഒരു അൺഹോളി ആക്സസ് അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുകയാണ്. പൊളിറ്റീഷ്യൻ, പട്ടാളക്കാർ, തീവ്രവാദികൾ, പിന്നെ ISI, ഇവരുടെ ഇതാണ്. പിന്നെ ചില മത തീവ്രവാദികളും മത പണ്ഡിതന്മാരും ഒക്കെ ചേർന്ന ഒരു ക്ലർജി വിഭാഗവും അവിടെ സുഖമായിട്ട് കഴിയുന്നു. ബാക്കി മുഴുവൻ പേരും കർഷകർ ഗതികേടിലാണ്. വ്യവസായികൾ, മേൽത്തട്ടിലുള്ള വലിയ വ്യവസായങ്ങൾ ചെയ്യുന്ന ചിലരൊഴിച്ചു കഴിഞ്ഞാൽ ട്രേഡും മറ്റു കാര്യങ്ങളും തകർച്ചയിലാണ്. ഖനനം പോലുള്ള മേഖലകളെല്ലാം മറ്റുള്ളവർക്ക് തീരെഴുതി കഴിഞ്ഞു. കുറച്ച് ചൈന കൊണ്ടുപോകുന്നു, ഇനി അമേരിക്ക കൊണ്ടുപോകുന്നു പറയുന്നു. പിന്നെ ചില ഭാഗങ്ങളിൽ എന്നും കലാപങ്ങളാണ്. ഏത് മേഖലയിലാണ് കലാപം ഇല്ലാത്തതെന്ന് മാത്രം ചോദിച്ചാൽ മതി. POKയിൽ കലാപം, ബലൂചിസ്ഥാനിൽ കലാപം, ഖൈബർ പഷ്തൂണിൽ കലാപം. കലാപമില്ലാത്തത് എവിടെ? അല്പമെങ്കിലും മെച്ചപ്പെട്ട് നിൽക്കുന്നത് സിന്ധും പഞ്ചാബും ഈ ഇസ്ലാമാബാദിനോട് ചുറ്റിപ്പറ്റി കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെയും വെടിപൊട്ടലും ബോംബും, പള്ളിയിൽ ബോംബ് പൊട്ടുന്നത് ഒക്കെ നിത്യസംഭവം പോലെ നടക്കുകയാണ്. അജ്ഞാതർ വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങൾ, ഇതിനൊക്കെ അവർ ഇന്ത്യയാണ് പഴിക്കുന്നതെങ്കിലും അവിടെ നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും ഉത്തരവാദികൾ അവർ തന്നെയാണ്. അവരുണ്ടാക്കുന്ന അരിഷ്ടിതാവസ്ഥ കൊണ്ട് ആ രാജ്യം തകർന്ന് തരിപ്പണമായി എന്ന് ഇവിടുന്ന് പാകിസ്ഥാനികൾ അങ്ങോട്ടും, അവിടുന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ നാളുകളിൽ ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോയിരുന്ന അഭയാർത്ഥികളെ പോയവർ
അവിടുന്ന് തിരിച്ച് ഹിന്ദുക്കൾ ഇങ്ങോട്ട് തിരിച്ചു വന്നതുപോലെ അതുപോലത്തെ ഒരു കാഴ്ച ഇന്ന് പ്ലെയിനിലാണ് പോകണമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവർ ട്രെയിൻ മാർഗമൊക്കെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം, അല്ലെങ്കിൽ കപ്പൽ മാർഗം പോകുന്നുള്ള കറാച്ചി വഴി പോകുന്നൊക്കെയുള്ള വ്യത്യാസമേ ഉള്ളൂ. പലായനം തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ രാജ്യം വിടുന്ന ഈ ലക്ഷക്കണക്കിന് ഇത്രയും പേര് അവിടുത്തെ ഭരണകൂടത്തെ എതിർക്കുന്നവരാണ്, വെറുക്കുന്നവരാണ്, വെറുത്തിട്ട് പോവുകയാണ്, നിരാശ കൊണ്ട് വെറുപ്പ് കൊണ്ട് ഓടിപ്പോവുകയാണ്. ഈ രാജ്യത്ത് നിന്നിട്ട് ഇനി യാതൊരു ഗതിയുമില്ല. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ചിലർ പാകിസ്ഥാൻ ഏതാണ്ട് ഹോളി സ്റ്റേറ്റ് എന്നുള്ള മട്ടിലാണ് കാണുന്നത്. അവരെല്ലാം പഠിക്കേണ്ട പാഠമാണ്. നിങ്ങൾ ഇന്ത്യയിൽ സർവ്വസുഖവുമായി ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ത്യയോട് ചേർന്ന് ജീവിക്കാൻ പഠിക്കേണ്ടതാണ്. ഇന്ത്യയുടെ മണ്ണിലാണ് നിങ്ങൾക്ക് ഭാവി എന്നുള്ളത് പഠിപ്പിക്കേണ്ടതാണ്. തെറ്റായി പഠിപ്പിച്ച് ആളെ കുഴപ്പത്തിലാക്കരുതെന്നാണ് നമ്മൾ ഈ അനുഭവങ്ങളിൽ നിന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് പ്രത്യേകിച്ച് അസീം മുനീറിന്റെ ഒക്കെ വരവിന് ശേഷമാണ് ഇത്രയും അവിടെ. അല്ല, അത് ഷെറീഫ് ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരുവിധം നന്നായിട്ട് നമ്മുടെ ഇമ്രാൻ അതിനെ പൊക്കിക്കൊണ്ട് വന്നതാണ്. ഇമ്രാൻഖാൻ ഇപ്പൊ ജയിലിൽ കിടക്കുക. ഇമ്രാൻഖാന് നിഗതിയില്ലാതായി ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്നു വന്ന പോലെ വലിയ പീഡനം അനുഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇത് പുറത്തു വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവസാനം നമുക്ക് വധശിക്ഷയ്ക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു. ആജീവനാന്തം ജയിലിലാണ്. ഒരു ദിവസം അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്ന് മരിച്ചു എന്ന് കേൾക്കാമെന്നുള്ളതാണ് പലരും പറയുന്നത്. ആ വിധത്തിലേക്കാണ് പോകുന്നത്. ഇത് അമേരിക്കൻ ഒരു പട്ടാളം ബേസായിട്ട് പിന്നീട് മാറും. അതാണ് ഇപ്പോഴത്തെ രീതി കണ്ടിട്ട് തോന്നുന്നത്. അല്ല, ഇത് തീവ്രവാദികളുടെ ഒരു ഹബ്ബ് കൂടിയാണ്. തീവ്രവാദം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നഴ്സറി, തീവ്രവാദത്തിൻ്റെ നഴ്സറി. അമേരിക്കയ്ക്ക് റോക്കറ്റ് വിക്ഷേപിക്കാൻ ഇപ്പോൾ പിന്നെ ശത്രു രാഷ്ട്രത്തിൽ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു ബഹളമുണ്ടായാൽ അവർക്ക് കീഴടക്കാനായിട്ടൊരു സ്ഥലം വേണം. അതുപോലെ തന്നെ ഫാർ ഈസ്റ്റിലും ഇറാനിലായാലും ഒക്കെ അവർക്കൊരു പെട്ടെന്ന് അടിക്കാനുള്ള താവളം വേണം. അതിന് ഒരു സാധനം ഇവിടെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതും അവർ സുരക്ഷിതമല്ല എന്നാണ് കാണുന്നത്. ഇപ്പോൾ സൗദിയാണ് അവർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഈ പാകിസ്ഥാനെ സുരക്ഷിതമായിട്ട് കാണാൻ ഒക്കില്ല. പ്രത്യേകിച്ച് ഇന്ത്യ ഇങ്ങനെ 1000 മിസൈലും അങ്ങോട്ട് ചൂണ്ടിക്കൊണ്ടിങ്ങനെ നിൽക്കുക. പാകിസ്ഥാനെ ശരിക്കും പറഞ്ഞാൽ USA വിശ്വാസമില്ല, വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഒരു രാജ്യത്തെ ജനതയെ ചവിട്ടിമതിക്കാം, അവനെ ഞെരിച്ച് കൊല്ലുന്ന അവസ്ഥ വന്നാൽ പിന്നെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇപ്പം കൂട്ടപ്പലായനം ചെയ്യുന്നത് നമുക്കറിയാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്. അതെ, ഇനി വെറും സാധാരണ മനുഷ്യരുണ്ട്, അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തവർ. അല്ല, ഇപ്പോഴും അങ്ങനെയുള്ളവരും പോകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 7 ലക്ഷം ഒരു വർഷം ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? 28 കോടിയാണ് അവിടുത്തെ പോപ്പുലേഷൻ. അതിൽ ഓരോ വർഷവും ഓരോ കോടി അടുപ്പിച്ചാണ് പോകുന്നത്. 75 ലക്ഷം എന്ന് പറയുമ്പോൾ 1 കോടി അടുപ്പിച്ചായില്ലേ? പിന്നെ 25 ലക്ഷത്തിൻ്റെ വ്യത്യാസമല്ല. ഇപ്പോൾ ഓരോ വർഷവും എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. 10 വർഷമാകുമ്പോൾ ഇത് പോപ്പുലേഷൻ എത്രയായിട്ട് ചുരുങ്ങും ഇങ്ങനെയാണെങ്കിൽ? ഇവരെയൊക്കെ എവിടെ പോയി അക്കോമഡേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അവരൊക്കെ വളരെ ദുരിതത്തിലാണ്. ഇപ്പോൾ ദുബായിലൊക്കെ പോകുന്ന പാകിസ്ഥാനികൾ പലർക്കും വളരെ കഷ്ടപ്പെട്ട അവസ്ഥയാണ് ഉള്ളത്. കാരണം എന്തെങ്കിലും പണി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ നിയന്ത്രണവും ഉണ്ടാകാം ഒരു പക്ഷേ. വിദേശത്ത് പലയിടത്തും നിയന്ത്രണമുണ്ട്. കാരണം ഇത് ഇവരെ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. കാരണം ഇവരുടെ നീക്കുപോക്കുകൾ എങ്ങനെയാണെന്ന് സംശയമുള്ളവരുണ്ട്. പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ അവർ അണുബോംബ് കുഴിച്ചിട്ടിരിക്കുന്നതേ ഉള്ളൂ. അവരുടെ ദൈനംദിന ജീവിതത്തിൽ അണുബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ ഒക്കെ ഒരു പ്രതീകമായി ഒരു ജനത മാറുമ്പോൾ, ആ ജനതയെ മാറ്റുമ്പോൾ, ജനത മാറുന്നല്ല, അവിടുത്തെ ജനതയെ അങ്ങനെ മാറ്റുമ്പോൾ ആ രാജ്യത്ത് വലിയ അണുബോംബുകൾ, വിഷവിത്തുകൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കും. ആ വിഷവിത്ത് അവർക്ക് സ്വയം പ്രശ്നമാകുകയാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചില വിഷങ്ങൾ കയറ്റി വിടുമ്പോൾ അത് ക്യാൻസറായി വരില്ലേ? വേണ്ടാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ആ കോശങ്ങളെ വിഘടിച്ചത് ക്യാൻസറാക്കി മാറ്റും. ഇതുപോലെ സമൂഹത്തിൽ വിഷവിത്തുകൾ വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ ക്യാൻസറുകൾ രൂപപ്പെടുന്നതാണ് മാന്യന്മാരായവരും സത്യസന്ധരായവരും നല്ലവരുമായ മനുഷ്യർ ഓടിപ്പോകാനുള്ള കാരണം. ഈ പലായനം തുടർന്നാൽ പാകിസ്ഥാൻ അവസാനിക്കും. അവരുടെ കയ്യിരിപ്പുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.